വിജയ് ചിത്രം ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരായ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് പി ടി ആശ രാവിലെ 10:30 വിധി പറയുക. ചിത്രം നിലവിൽ സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അതേസമയം ശിവകാർത്തികേയൻ നായകനായ സുധാ കൊങ്കരയുടെ പരാശക്തി എന്ന ചിത്രത്തിനും ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. ചിത്രത്തിന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച തിരുത്തലുകൾ സ്വീകാര്യമല്ലെന്ന് സംവിധായിക അറിയിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ ഉടമസ്ഥതയിലുള്ള റെഡ് ജയന്റ് മൂവീസിനാണ് പരാശക്തിയുടെ വിതരണാവകാശമുള്ളത്. MJ മിഥുൻ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോൾ 2 സിനിമകളുടെ റിലീസാണ് അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത്. ഇതിൽ രണ്ടിലേക്കും രാഷ്ട്രീയം കൂടെ കടന്നു വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അനുശ്രീ, ലോകമെമ്പാടും വിജയ് ചിത്രം ജനനായകൻ വിജയെ സംബന്ധിച്ച ഈ തന്റെ കരിയറിലെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രമായാണ് ഈ ഒരു ജനനായകൻ എന്ന സിനിമയെ കണക്കാക്കുന്നത്. അത്തരത്തിൽ ആരാധകർ വലിയ രീതിയിൽ നെഞ്ചേറ്റിക്കൊണ്ട് അവസാന ചിത്രം അത്തരത്തിൽ കാണാൻ വേണ്ടിയിരുന്ന് മുൻകൂട്ടി തന്നെ ഈ പ്രീ ബുക്കിംഗ് ഒക്കെ എടുത്ത് ആരാധകർ ഇന്ന് സിനിമാ തിയേറ്ററുകളിലേക്ക് വരാനിരിക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ചിത്രത്തിന് മേൽ ഉണ്ടാകുന്നത്. സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു പരാതി പോവുകയും അത് പിന്നീട് കോടതി നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നത്. കോടതി ഇന്ന് വിധി പ്രസ്താവിക്കുമെന്ന് അറിയിച്ചതുകൊണ്ട് തന്നെയാണ് ഇന്ന് സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിവരം ഔദ്യോഗികമായി ഇത്തരത്തിൽ പ്രൊഡക്ഷൻ കമ്പനി തന്നെ വ്യക്തമാക്കുകയും ചെയ്ത് ഇതുമൂലം വലിയ രീതിയിലുള്ള നഷ്ടം ഈ കമ്പനിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 50 കോടിയോളം രൂപ ആഗോള തലത്തിൽ തന്നെ അത്തരത്തിൽ 50 കോടിയോളം രൂപയുടെ ടിക്കറ്റ് വിൽപ്പന ഏതാണ്ട് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഈ ടിക്കറ്റുകളൊക്കെ തിരികെ നൽകുന്നതിനുള്ള നടപടികൾ, ഇതിന്റെ തുക തിരികെ നൽകാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ചിത്രം ഇനി എന്ന് റിലീസ് ആകും എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതായത് പൊങ്കലിന് മുമ്പ് ഈ മാസം 14 അല്ലെങ്കിൽ ഈ മാസം 23 ഇനി റിലീസ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പ്രൊഡക്ഷൻ കമ്പനി പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് വിധിയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാവിലെ 10:30 മദ്രാസ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചുള്ള വിധി പ്രസ്താവിക്കുക. PT ആശ അധ്യക്ഷയായ ബെഞ്ചാണ്, ജസ്റ്റിസ് PT ആശ അധ്യക്ഷയായിട്ടുള്ള ബെഞ്ചാണ് ഈ വിഷയം പരിഗണിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്നതിനിടെ ജസ്റ്റിസ് ചില ചോദ്യങ്ങൾ ഇത്തരത്തിൽ സെൻസർ ബോർഡിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് ഈ വിഷയം കൈമാറി എന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ പറയുന്ന പോലെ തന്നെ ഈ സെൻസർ ബോർഡിന് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം എങ്ങനെ ഒരു പരാതിക്കാരൻ ഈ സെൻസർ ബോർഡിലുള്ള അംഗത്തിന് ഇങ്ങനെ ഒരു പരാതിക്കാരനായി രംഗത്ത് വരാൻ സാധിക്കുന്നു? അതൊരു അനാരോഗ്യമായിട്ടുള്ള സവിശേഷതയാണ്, അതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന രീതിയിലുള്ള ചില പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ US സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് തൊട്ടു മുമ്പ് വരെ എപ്പോൾ വേണമെങ്കിലും ഈ ഇത്തരത്തിൽ CBFC ചെയർമാന് എപ്പോൾ വേണമെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടാം, സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാമെന്നുള്ളത് തന്നെയാണ് നിലവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകൾ ഏതാണ്ട് 50ഓളം ഉണ്ട്. അവ മ്യൂട്ട് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് സെൻസർ ബോർഡ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, 16ഓളം അതായത് ഈ ഫൈറ്റുകൾക്കിടയിൽ ഏതാണ്ട് 16ഓളം വയലൻസ് ഉള്ള ചില ഫൈറ്റുകളുണ്ട്, ചില സീനുകളുണ്ട്. അവയൊക്കെ കത്രിക വെക്കണമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായും കോടതി അംഗീകരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ സെൻസർ ചെയ്ത് പടം ഇറക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ 5-അംഗ സമിതിയിൽ 4 പേരും ഈ ചിത്രത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. ഒരാൾ മാത്രമാണ് ഇതിനെതിരെ രംഗത്ത് വരികയും ഒപ്പം തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്ത് അങ്ങനെയാണ് സിനിമ റിലീസാകേണ്ട തീയതി മാറ്റിവെക്കേണ്ട തരത്തിലേക്ക് പോയതും സിനിമയുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം, ഇതിൻ്റെ ഓഡിയോയിൽ വെച്ച് മലേഷ്യയിൽ വെച്ചായിരുന്നു നടന്നത്. ഏതാണ്ട് 75,000-ഓളം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ആ ഒരു പരിപാടിയിൽ തന്നെ വിജയുടെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. അതായത് തൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം സിനിമയ്ക്ക് നേരിടേണ്ടി വന്നേക്കാം എന്നുള്ളൊരു സൂചന എന്ന രീതിയിൽ വിജയുടെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു മറുപടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സിനിമാ ലോകത്ത് പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സിലംബരസനും ഒപ്പം തന്നെ JNW അടക്കമുള്ള താരങ്ങൾ ഈ ചിത്രത്തിനെതിരായിട്ടുള്ള സെൻസർ ബോർഡ് നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്ത പശ്ചാത്തലമുണ്ട്. എന്തായാലും നിലവിൽ പൊങ്കലിന് മുമ്പ് റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത്. വിജയ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അവർ എല്ലാ തിയേറ്ററുകളിലും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ അവസാന ചിത്രം എന്ന് പറയുമ്പോൾ പോലും തന്നെ, അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ സജീവമാകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഇത്രയും ഗംഭീരമായി മലേഷ്യയിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം. കാരണം പ്രത്യേകിച്ച് അത് തമിഴ്നാട്ടിൽ വെച്ച് നടത്തിയാൽ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച് നടത്തിയാൽ പോലും തന്നെ വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പ്രത്യേകിച്ച് കരൂർ ദുരന്തമൊക്കെ നടന്ന് നമ്മൾ കണ്ടതാണ്. വിജയെ
കാണുന്നതിന് വേണ്ടി വിജയുടെ ആരാധകർ കൂടുതൽ പേർ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം, അത് മറ്റൊരു തിക്കിലും തിരക്കിൽപ്പെട്ട് കൂടുതൽ പേർക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുമെന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതൊരു വിദേശത്തേക്ക് ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ച് മാറ്റിവെക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വിജയ ആരാധകരും ഒപ്പം തന്നെ KVK പ്രൊഡക്ഷനും ഈ ഒരു വിധിയെ ഉറ്റുനോക്കുന്നത്. എന്തായാലും അവർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പൊങ്കലിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യാനാകും, തിയേറ്ററിലേക്ക് ചിത്രം എത്തിക്കാനാകുമെന്ന് തന്നെയാണ്. 13-ാം തീയതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 23-ാം തീയതിയോ ചിത്രം റിലീസ് ചെയ്യാനാകുമെന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ ആഗോളതലത്തിൽ ചില പ്രതിസന്ധികൾ നേരിടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ ഇങ്ങനെ ആഗോളതലത്തിൽ തന്നെ നിരവധി തിയേറ്ററുകളിൽ ബുക്കിംഗ് ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം വന്നതോടുകൂടി റിലീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. ഇനി വരും ദിവസങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടായാൽ അത് അവിടുത്തെ ഈ പറയുന്ന പോലെ തന്നെ തിയേറ്റർ ഉടമകൾക്കും ഒക്കെ വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇനി വഴങ്ങുമോ എന്നുള്ള ചില ആശങ്കകൾ കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 10:30-ക്കാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമ വിധി ഉണ്ടാകും. ശരി, NG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.